സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണം നടന്നു. അവസാന മണിക്കൂറിലും പരമാവധി വോട്ട് സ്വന്തമാക്കാൻ കരുനീക്കങ്ങളിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. പറവൂരിൽ തനിക്കെതിരെ LDF ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് VD സതീശൻ. തോൽവി ഭയന്നാണ് LDF ഇതെല്ലാം ചെയ്തു കൂട്ടുന്നതെന്നും സതീശൻ. തൃശൂർ ഇനി പൂരാവേശത്തിലേക്ക്. പാറമേഘ വിഭാഗത്തിന്റെ പൂരപ്പന്തലിന് കാൽനാട്ടി. നഗരം പൂരത്തിന്റെ ആവേശം, തെരഞ്ഞെടുപ്പ് ചൂട് കത്തി നിൽക്കെ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണം ആരംഭിച്ചു. 43 കേന്ദ്രങ്ങളാണ് ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്താകെ 1.46 ലക്ഷം ഉദ്യോഗസ്ഥരാണ് പോളിംഗ് നിയന്ത്രിക്കുന്നത്. സംസ്ഥാനത്താകെ 1.46 ലക്ഷം ഉദ്യോഗസ്ഥരാണ് പോളിംഗ് നിയന്ത്രിക്കുന്നത്. വിവിധ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്ന് പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരെ പ്രത്യേക വാഹനങ്ങളിൽ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കും. ഉദ്യോഗസ്ഥരെ പോലീസും റൂട്ട് ഓഫീസറും അനുഗമിക്കും. വിതരണ കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെടുപ്പിന് ശേഷം ഉദ്യോഗസ്ഥർ ഇതേ കേന്ദ്രങ്ങളിൽ തന്നെയാണ് സാമഗ്രികൾ തിരിച്ചേൽപ്പിക്കേണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. വൈകുന്നേരത്തോടെ വോട്ടെടുപ്പിനുള്ള ബൂത്തുകൾ സജ്ജമായി. കൊടുങ്ങല്ലൂർ ശൃംഗപുരം P. ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നത്. തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ 8 മണി മുതൽ ആരംഭിച്ചു. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. സുരക്ഷയൊരുക്കാൻ കൂടുതൽ പോലീസുകാരെയും അധിക സുരക്ഷയ്ക്ക് കമ്പനി കേന്ദ്രസേനയെയും നിയോഗിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇന്നുകൂടി പോസ്റ്റൽ വോട്ട് ചെയ്യാനാവും. ഇതിനായുള്ള വോട്ടിംഗ് കേന്ദ്രങ്ങൾ ഇന്നുകൂടി പ്രവർത്തിക്കും. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ നടന്നു. മണ്ഡലത്തിലെ എടത്തിരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം, മതിലകം, ശ്രീനാരായണപുരം, എടവിലങ്ങ്, എറിയാട് പഞ്ചായത്തുകളിലെ 191 ബൂത്തുകളിലേക്കാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. രാവിലെ 9:30 വിതരണം ആരംഭിച്ചു. വൈകിട്ടോടെ വോട്ടെടുപ്പിനുള്ള ബൂത്തുകൾ സജ്ജമാകും. 1,82,716 വോട്ടർമാരാണ് നിയോജക മണ്ഡലത്തിൽ ഉള്ളത്. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിതരണം ചെയ്തു. മണ്ഡലത്തിലാകെ 219 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, VVപാറ്റ് എന്നിവ അടങ്ങിയ EV മെഷീൻ, ടെൻഡഡ് ബാലറ്റ്, സൂചിയും നൂലും വരെയുള്ള സ്റ്റേഷനറി സാധനങ്ങൾ ഉൾപ്പെടെയുള്ള വോട്ടിംഗ് സാധന സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് പുറപ്പെട്ടു. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ 1052 ഉദ്യോഗസ്ഥരെ വിവിധ പോളിംഗ് ബൂത്തുകളിലായി വിന്യസിച്ചു. റിട്ടേണിംഗ് ഓഫീസർ R. അശോകന്റെ നേതൃത്വത്തിൽ ചാലക്കുടി തഹസിൽദാർ B. ഷീജ, ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ PD. ഷാജു, ക്ലർക്കുമാരായ ജോയൽ ബാബു, മുഹമ്മദ് സുഹൈൽ എന്നിവർ പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ദിവസങ്ങൾ നീണ്ട പരസ്യ പ്രചരണത്തിന് ശേഷമാണ് സംസ്ഥാനം നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലേക്ക് കടക്കുന്നത്. അവസാന മണിക്കൂറിലും പരമാവധി വോട്ട് സ്വന്തമാക്കാൻ കരുനീക്കങ്ങളിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. വോട്ടർമാർക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള ദിവസം കൂടിയാണ് ഇന്ന്. അടിയൊഴുക്കുകൾക്ക് തടയിടാനുള്ള അവസാന നീക്കമാണ് മുന്നണികൾ നടത്തുക. കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വോട്ടർ പട്ടികയിലെ ജൻസികളുടെ സാന്നിധ്യമാണ് ഏറെ ശ്രദ്ധേയം. ആകെയുള്ള വോട്ടർമാരിൽ ഏകദേശം 18.56% ജൻസികളാണ്. കേരളത്തിന്റെ വിധി നിർണ്ണയിക്കുന്നതിൽ ജൻസി വോട്ടർമാരുടെ എണ്ണം നിർണായകമാകുമെന്നാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. 1997-നും 2012-നും ഇടയിൽ ജനിച്ചവരെയാണ് പൊതുവെ ജൻസികൾ എന്ന് കണക്കാക്കുന്നത്. ഇതനുസരിച്ച് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട 50,39,191 പേർ ജൻസി വിഭാഗത്തിൽ പെടുന്നവരാണെന്ന് കണക്കാക്കാം. 25,24,291 പുരുഷന്മാരും 25,14,822 സ്ത്രീകളും 78 ട്രാൻസ്ജെൻഡർ വ്യക്തികളുമാണ് ജൻസി വോട്ടർമാരുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്. 18-നും 19-നും ഇടയിൽ പ്രായമുള്ള 4,66,408 വോട്ടർമാരാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്താൻ അർഹരായിട്ടുള്ളത്. ഇതിൽ 2,34,707 പേർ പുരുഷ വോട്ടർമാരും 2,31,701 പേർ സ്ത്രീ വോട്ടർമാരുമാണ്. 20-നും 29-നും ഇടയിൽ പ്രായമുള്ള 45,72,783 വോട്ടർമാർക്ക്
ഇത്തവണ വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. ഇതിൽ 22,89,584 പേർ പുരുഷ വോട്ടർമാരും 22,83,121 പേർ സ്ത്രീ വോട്ടർമാരും 78 പേർ ട്രാൻസ്ജെൻഡർ വ്യക്തികളുമാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. വോട്ടർമാരെ സ്വാധീനിക്കാൻ പണവും കിറ്റുകളും സാരിയും BJPയുടേത് ഹീനമായ രാഷ്ട്രീയ പ്രചാരണമാണെന്ന് VD സതീശൻ. പറവൂരിൽ തനിക്കെതിരെ LDF ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. തോൽവി ഭയന്നാണ് LDF ഇതെല്ലാം ചെയ്തു കൂട്ടുന്നതെന്നും VD സതീശൻ പറഞ്ഞു. ചെയ്യുന്നത് പോലെ സാരി വിതരണം ചെയ്യുകയും പണം കൊടുക്കുകയും ചെയ്യാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ശീലം ഇല്ലാത്തതാണ്. പുതിയ ശീലത്തിലാണ് BJP തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ പുതിയൊരു രാഷ്ട്രീയ ശീലത്തിലാണ്. ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ചെയ്യാറില്ല. അത് വ്യാപകമായിട്ട് BJP സംസ്ഥാനത്തുടനീളം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ചെയ്യാറ്. അതേസമയം CPM അതിന് പകരമായിട്ട് ഹീനമായ രാഷ്ട്രീയ പ്രചരണങ്ങൾ അവസാന നിമിഷം ഒന്നും പബ്ലിഷ് ചെയ്യാൻ പാടില്ലാത്ത സമയത്ത് പബ്ലിഷ് ചെയ്തിറക്കിയാണ്. ഇന്നലെ അടൂരിലെ സ്ഥാനാർത്ഥി ശാന്തകുമാറിനെതിരായിട്ട് അദ്ദേഹം കൊലക്കേസിലെ പ്രതിയാണ് എന്ന് പറഞ്ഞുള്ള വ്യാപകമായി പ്രിൻ്റ് ചെയ്ത മെറ്റീരിയൽസ് പബ്ലിഷ് ചെയ്തു. വ്യാപകമായി ഒരു കൊലക്കേസിലും പ്രതിയല്ല. ഒരു തരത്തിലുള്ള അത്തരം കേസുകൾ അദ്ദേഹത്തിൻ്റെ പുറത്തില്ല. അദ്ദേഹം ഒന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ കണ്ടത്. വ്യാപകമായിട്ട് ഒരു കൊലക്കേസിൽ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേന്ന് കൊലപാതക കേസിലെ പ്രതിയാണ് എന്നുള്ള തരത്തിൽ വ്യാപകമായ പ്രചരണം CPMൻ്റെ അറിയപ്പെടുന്ന അടൂരിലെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് വിതരണം നടത്തിയത്. ഇന്നിപ്പോൾ പബ്ലിഷ് ചെയ്യാൻ പാടില്ല ഒന്നും. ഇന്നിപ്പോൾ എനിക്കെതിരായിട്ട് വ്യാപകമായിട്ട് ഉള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പബ്ലിഷ് ചെയ്ത് കയ്പ മണ്ഡലത്തിലെ, അതായത് പറവൂരിലെ LDF മണ്ഡലം കമ്മിറ്റിയല്ല, എൻ്റെ LDFൻ്റെ എതിർ സ്ഥാനാർത്ഥി അദ്ദേഹം നേരത്തെ MLA ആയിരുന്ന സ്ഥലത്തെ കമ്മിറ്റിയുടെ പേരിലുള്ള ഒരു നോട്ടീസ് അടിച്ചിട്ടാണ് ഇന്ന് വ്യാപകമായി വിതരണം നടന്നത്. പച്ചക്കള്ളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. LDF ഇവിടെ നടത്തിയ പ്രചരണം അതെ. തൃശൂർ ഇനി പൂരാവേശത്തിലേക്ക്. പാറമേക്ക വിഭാഗത്തിന്റെ പൂരപ്പന്തലിന് കാൽനാട്ടി. തെരഞ്ഞെടുപ്പ് ചൂട് കത്തി നിൽക്കിയ നഗരം പൂരത്തിന്റെ ആവേശം നെഞ്ചേറ്റുകയാണ്. തെക്കേ സ്വരാജ് റൗണ്ടിൽ ബുധനാഴ്ച രാവിലെ 10-നാണ് കാൽനാട്ട് നടന്നത്. തൃശൂർ ഇനി പൂരാവേശത്തിലേക്ക്. പൂരത്തിന്റെ പ്രധാന സംഘാടക ക്ഷേത്രമായ പാറമേക്കാവിന്റെ പൂരപ്പന്തൽ മണികണ്ഠനാനിലാണ്. തെക്കേ സ്വരാജ് റൗണ്ടിൽ ബുധനാഴ്ച രാവിലെ 10-നാണ് കാൽനാട്ട് നടന്നത്. പാറമേക്കാവിലെ മേക്കാവ് മേൽശാന്തി കാരേക്കാട്ട് രാമൻ നമ്പൂതിരി ഭൂമി പൂജ നടത്തി. തുടർന്ന് തട്ടകക്കാരും ദേവസ്വം ഭാരവാഹികളും പൗരപ്രമുഖരും ചേർന്നാണ് കാൽനാട്ട് നിർവഹിച്ചത്. എടപ്പാൾ നാദം ഇലക്ട്രിക്കൽ C ബൈജുവിനാണ് പന്തൽ നിർമ്മാണ ചുമതല. തുടർന്നുള്ള ദിവസങ്ങളിൽ തിരുവമ്പാടിയുടെ പൂരപ്പന്തലുകൾക്ക് കാൽനാട്ടും. നടുവിലാലിലും നായ്ക്കനാലിലുമായി 2 പന്തലുകളാണ് തിരുവമ്പാടിക്കുള്ളത്. ഏപ്രിൽ 19-നാണ് പൂരം കൊടിയേറുക. പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറും. ഏപ്രിൽ 26, 27 ദിവസങ്ങളിലാണ് പ്രശസ്തമായ തൃശൂർ പൂരം. മീഡിയ ടൈം തൃശൂർ. ചെങ്ങാലൂർ വളഞ്ഞപാടത്ത് ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി പിക്കപ്പ് വാനിലിടിച്ച് 2 വാഹനങ്ങളും മറിഞ്ഞു. അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാവിലെ 10:30-ഓടെ മണ്ണുംപേട്ട ശാന്തനഗർ റോഡിൽ വളഞ്ഞപാടത്താണ് അപകടം. ലോറിയുടെ ഉള്ളിൽ കുടുങ്ങിയ തൊഴിലാളികളെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. ബുധനാഴ്ച രാവിലെ 10:30-ഓടെ മണ്ണമ്പേട്ട ശാന്തിനഗർ റോഡിൽ വളഞ്ഞുപാടത്താണ് അപകടം. പുതിയതായി ടാറിംഗ് പൂർത്തീകരിച്ച റോഡിന്റെ വശങ്ങളിൽ വരകൾ മാർക്ക് ചെയ്യാനുള്ള ഉപകരണങ്ങൾ കൊണ്ടുവന്ന ലോറി ചക്ക കയറ്റി നിർത്തിയിട്ട പിക്കപ്പ് വാനിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ലോറിയിലുണ്ടായിരുന്ന തൊഴിലാളികളായ ജാർഖണ്ഡ്, തമിഴ്നാട് സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. ഇറക്കവും വളവും ഉള്ള ഭാഗത്ത് ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്ന് പറയുന്നു. 2 വാഹനങ്ങളും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കാണ് മറിഞ്ഞത്. ലോറിയുടെ ഉള്ളിൽ കുടുങ്ങിയ തൊഴിലാളികളെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. പിക്കപ്പ് വാനിലെ തൊഴിലാളികൾ സമീപത്തെ പറമ്പിൽ ചക്കയിടാൻ പോയ സമയത്തായിരുന്നു അപകടം. തൊട്ടടുത്തുള്ള വീടിന് മുൻപിലെ മരത്തിൽ തട്ടി ലോറി മറിഞ്ഞു കിടന്നതിനാൽ വലിയ അപകടം ഒഴിവായി. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സാണ് പരിക്കേറ്റവരെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചത്. BMBC നിലവാരത്തിൽ ടാറിംഗ് നടത്തിയ റോഡിൽ വളവുള്ള ഭാഗങ്ങളിൽ അപകട സാധ്യതയുള്ളതായും ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം പുതുക്കാട്. TKS പുരം ശ്രീകൃഷ്ണ ടെമ്പിൾ റോഡ് മുതൽ പഠന വരെയുള്ള റോഡ് പൊളിച്ചിട്ടിരിക്കുന്നത് നാട്ടുകാർക്ക് അപകടക്കെണിയാകുന്നു. കാൽനട യാത്രക്കാർക്കോ വാഹനയാത്രക്കാർക്കോ കടന്നു പോകാൻ പറ്റാത്ത വിധമാണ് റോഡ് പൊളിച്ചിട്ടിരിക്കുന്നത്. മഴ വന്നാൽ കൂടുതൽ അപകടത്തിന് കാരണമാകുമെന്നും നാട്ടുകാർ പറയുന്നു. എത്രയും പെട്ടെന്ന് റോഡിന്റെ പണി പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
ഒരു മാസത്തോളമായി ഈ പ്രദേശങ്ങളിലുള്ളവർക്ക് ആശുപത്രികളിലോ മരണവീടുകളിലോ മറ്റാവശ്യങ്ങൾക്കോ പോകാൻ വളരെയേറെ ബുദ്ധിമുട്ടുകയാണ്. ഇരുചക്ര വാഹനയാത്രക്കാർ വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവാകുന്നു. ടാറിടാൻ വേണ്ടിയാണ് TKS പുരം ശ്രീകൃഷ്ണ അമ്പലനട മുതൽ ചിത്തിരവളവ് പടന്ന വരെയുള്ള റോഡ് പൊളിച്ചത്. ഒരു മാസം കഴിഞ്ഞിട്ടും പണി തുടങ്ങാൻ പറ്റാതെ വന്നതോടെ ഇതിലൂടെയുള്ള യാത്ര ദുസ്സഹമായിരിക്കുകയാണ്. വഴിയാത്രക്കാർക്ക് കിലോമീറ്ററോളം കറങ്ങി വരേണ്ട അവസ്ഥയാണിപ്പോൾ. ഓട്ടോറിക്ഷയോ മറ്റു വാഹനങ്ങളോ വിളിച്ചാൽ പോലും വരാൻ മടിക്കുകയാണ്. മഴ വന്നാൽ കൂടുതൽ അപകടത്തിന് കാരണമാവുമെന്ന് നാട്ടുകാർ പറയുന്നു. 10 വർഷമായി റോഡിന്റെ ഈ അവസ്ഥ ഇവിടെ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഒരു മാസത്തിന് മുന്നേ ഇലക്ഷൻ സംബന്ധിച്ച് റോഡ് പൊളിച്ചിട്ടിട്ട് ഞങ്ങൾക്ക് ആർക്കും ഇതിലെ വഴിയാത്ര ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. 2 വീലറൊക്കെ ഒരു കണക്കിന് വീടില്ല എന്നുള്ള രീതിയിൽ ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കേണ്ടി ഈ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് പോയി നമ്മുടെ സുനിൽകുമാർ എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തൊക്കെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, ഞങ്ങൾക്ക് ഈ റോഡ് നല്ല രീതിയിൽ ഉപയോഗിക്കണം. ഒരുപാട് വയസ്സായ ആൾക്കാർ, ഒരുപാട് കുട്ടികളൊക്കെ ഉപയോഗിക്കണം റോഡാണ്. വെക്കേഷനാണ്, ഐറ്റങ്ങൾ സൈക്കിൾ ഓട്ടിയും എന്തോരം പേരിൽ വീടൊക്കെ ഇവിടെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം ഞങ്ങൾക്ക് ഇനിയെങ്കിലും ഇവിടെ വേണം. എത്രയും പെട്ടെന്ന് റോഡിന്റെ പണി പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അജിത ജയൻ, ദേവദാസ്, ഹരി, പ്രസര, സജ്ന, ചന്ദ്രിക, ശ്രീദേവി, സിദ്ധാർത്ഥൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. പുത്തഞ്ചിറ പാതുവ ദേവാലയത്തിൽ ഫ്രാൻസിസ് അസീസി ജൂബിലിയും ദണ്ഡവിമോചന വർഷവും ആഘോഷിക്കുന്നു. 2026 ജനുവരി 10 മുതൽ 2027 ജനുവരി 10 വരെയാണ് ജൂബിലി വർഷവും പൂർണ്ണ ദണ്ഡവിമോചന വർഷവുമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇരിഞ്ഞാലക്കുട രൂപത മെത്രാൻ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോ പാലുക്കുന്നേൽ ജൂബിലി പതാക ഉയർത്തി. ജൂബിലി വർഷത്തിൽ ദേവാലയം സന്ദർശിക്കുന്ന തീർത്ഥാടകർക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതായി ഫാദർ ഏലിയാസ് തെക്കേ മുണ്ടക്കപ്പടവിൽ അറിയിച്ചു. സ്വർഗപ്രാപ്തിയുടെ 800-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ലിയോ മാർപ്പാപ്പ ഫ്രാൻസിസ്കൻ വർഷമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ വർഷം നമുക്കേറെ സന്തോഷമുണ്ട്. ഫ്രാൻസിസ്കൻ കൺവെൻഷൻ ആശ്രമമായിരിക്കുന്ന വിശുദ്ധ അന്തോണീസ് നഗരത്തിലുള്ള ഈ പാതുവ ആശ്രമ ദേവാലയം ഒരു വർഷത്തെ ഫ്രാൻസിസ്കൻ വർഷം തീരുന്നവരെ പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്ന ഒരു തീർത്ഥാടക ദേവാലയമായിട്ട് പ്രഖ്യാപിക്കുവാനായി. കൊടുങ്ങല്ലൂരിൽ ബൈക്ക് യാത്രക്കാരന് നേരെ ആക്രമണം. ഇന്നലെ രാത്രി 8 മണിയോടെ പുല്ലൂറ്റ് ചാപ്പാറ സെന്ററിലാണ് സംഭവം. ബൈക്കിൽ പോവുകയായിരുന്ന പരിസരവാസി കുര്യാപ്പള്ളി അബ്ദുൾ റഹ്മാന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വെട്ടുകത്തികൊണ്ട് കയ്യിൽ വെട്ടേറ്റയാളെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ബൈക്കിൽ പിന്തുടർന്നെത്തിയ ആളാണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു. മുൻ വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. 2018 മഹാപ്രളയം LDF സർക്കാർ ആസൂത്രിതമായി ഉണ്ടാക്കിയതാണ് എന്ന വിവരം പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സനീഷ് കുമാർ ജോസഫ് MLA നേതൃത്വത്തിൽ ചാലക്കുടി താലൂക്ക് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, ചെയർപേഴ്സൺ ആലി ഷിബു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ VO പൈലപ്പൻ, MD ഡേവിസ്, DCC സെക്രട്ടറിമാർ, മറ്റു പാർട്ടി ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചെന്ത്രാപ്പിന്നി കണ്ണനാംകുളം മഹാദേവ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കട്ടിളവെപ്പ് നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് KP അജയൻ, ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, ക്ഷേത്രം തന്ത്രി അനിൽ പ്രകാശ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കട്ടിളവെപ്പ് ചടങ്ങ് നടത്തിയത്. ദേവസ്വം ഓഫീസർ TS സുരേഷ് കുമാർ, പ്രസിഡന്റ് TP പുഷ്കരൻ, സെക്രട്ടറി VB മുരാരി, കട്ടിള സംഭാവന ചെയ്ത PR രാജേഷ്, KA ഷൈജൻ, KR പ്രവീൺ കുമാർ, KV ലക്ഷ്മി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യഘട്ടത്തിൽ ബലിക്കൽപുര, ചുറ്റമ്പലം എന്നിവ പൊളിച്ചു പണിയുന്ന പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണം നടന്നു. അവസാന മണിക്കൂറിലും പരമാവധി വോട്ട് സ്വന്തമാക്കാൻ കരുനീക്കങ്ങളിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും.
പറവൂരിൽ തനിക്കെതിരെ LDF ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് VD സതീശൻ. തോൽവി ഭയന്നാണ് LDF ഇതെല്ലാം ചെയ്തു കൂട്ടുന്നതെന്നും സതീശൻ. തൃശൂർ ഇനി പൂരാവേശത്തിലേക്ക്. പാറമേഘ വിഭാഗത്തിന്റെ പൂരപ്പന്തലിന് കാൽനാട്ടി. നഗരം പൂരത്തിന്റെ ആവേശം തെരഞ്ഞെടുപ്പ് ചൂട് കത്തി നിൽക്കെ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.